സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. ഉത്തരരാമായണം രണ്ടാമത്തെ അധ്യായം, രാവണൻ്റെ യുദ്ധയാത്ര എന്ന ഭാഗത്തിൻ്റെ സാരം. വിഭീഷണൻ പറഞ്ഞത് കേട്ട് രാവണൻ കോപത്തോടെ പറഞ്ഞു, ഉടനെ ഞാൻ പോയി മധുവിനെ കൊന്ന് ദേവന്മാരെയും ജയിച്ചു വരുന്നുണ്ട്. കുംഭകർണൻ ഉണർന്നാൽ വൻപടയെയും കൂട്ടി അങ്ങോട്ട് വരാൻ പറയുക. മേഘനാഥനും വലിയ പടയാളികളും മുമ്പിൽ നടക്കട്ടെ. നമ്മുടെ തേരും തയ്യാറാക്കി കൊണ്ടുവരിക. എല്ലാവരും സന്തോഷപൂർവ്വം പുറപ്പെടുക. വിഭീഷണൻ രംഗ പരിപാലിക്കട്ടെ. നിസ്സംശയം ഞാൻ ജയിച്ചു വരും. ശംഖ്, മൃദംഗം മുതലായ വാദ്യങ്ങൾ മുഴക്കിക്കൊണ്ട് നല്ല മുഹൂർത്തം നോക്കി രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടു. മധുരാപുരിക്ക് സമീപം ചെന്ന് രാവണൻ താവളമടിച്ചു. അപ്പോൾ കുംഭീനസി അവിടെ എത്തി കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് രാവണനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കൊല്ലരുത്. അദ്ദേഹം അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കും. ദേവകളോട് യുദ്ധത്തിന് പോകുമ്പോൾ സേവകരിൽ ഒരാളായി അദ്ദേഹം അങ്ങയോട് ഒന്നിച്ചുണ്ടാകും. രാവണൻ പറഞ്ഞു, എങ്കിൽ നീ അവനെ എൻ്റെ മുന്നിൽ എത്തിക്കുക. അവന് ഞാൻ അഭയം കൊടുക്കാം. അത് കേട്ട കുംഭീനസി വേഗം പോയി ഭർത്താവിനെ വിവരമുണർത്തിച്ചിട്ട് പറഞ്ഞു, അങ്ങ് വേഗം ചെന്ന് എൻ്റെ സഹോദരനെ കണ്ടിട്ട് അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് പോകണം. എന്നാൽ അങ്ങേക്ക് സൗഖ്യമുണ്ടാകും, എനിക്ക് സുഖം ലഭിക്കും. കുംഭീനസി പറഞ്ഞത് കേട്ട് മധു വേഗം ആചാരവിധികളോടെ രാവണനെ വന്നു കണ്ടു. അനന്തരം ആഘോഷപൂർവ്വം വിരുന്ന് നൽകി മധുവിൻ്റെ സൽക്കാരം സസന്തോഷം സ്വീകരിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, സഖേ, ഞാൻ യുദ്ധത്തിനായി സ്വർഗത്തിലേക്ക് പോകുന്നു, നീയും കൂടെ പോരുക. സന്ധ്യയായതോടെ അവർ കൈലാസ പർവ്വതത്തിനടുത്തുള്ള വനപ്രദേശത്തെത്തി. അപ്പോൾ തന്നെ രാക്ഷസ സൈന്യം അളകാപുരിക്ക് അടുത്ത് കിടന്നുറങ്ങി. പൂക്കളുടെ മണം കലർന്ന തണുത്ത ഇളങ്കാറ്റ് അവിടെ എങ്ങും വീശി ചന്ദ്രൻ ഉദിച്ചു. നിലാവ് ഭൂമി മുഴുവൻ പരന്നു. കുബേരന്റെ കിന്നരന്മാർ അപ്സര സ്ത്രീകളോടൊത്തു പാടുന്ന ഗീതങ്ങൾ കേട്ട് മനസ്സിളകിയ രാവണൻ കാമാർത്തനായി. കാമശരങ്ങളേറ്റ് പരവശനായ രാവണൻ ചന്ദ്രബിംബത്തെയും നോക്കിയിരിക്കുമ്പോൾ ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും സുഗന്ധലേപനങ്ങളും അണിഞ്ഞ് അലങ്കൃതയായൊരു ലോകേയ സുന്ദരി ഒറ്റയ്ക്ക് വരുന്നത് കണ്ടു. രാവണൻ വേഗം ചെന്ന് അവളുടെ കൈക്കു പിടിച്ച് അരികത്തിരുത്തി. അവൾ പരിഭ്രാന്തയായി. രാവണൻ ചോദിച്ചു, നീ ആരാണ്? നിന്റെ പേരെന്താണ്? നിന്റെ ഭാഗ്യവാനായ ഭർത്താവ് ആരാണ്? നിന്നോടൊത്ത് രമിക്കാൻ എന്നെപ്പോലെ മറ്റൊരാളില്ല. ഇന്ന് നീ എന്നോടുകൂടി ഇവിടെ താമസിക്കുക. നാളെ ഞാൻ വിട്ടയക്കാം. രാവണന്റെ വാക്കുകേട്ട് നല്ലവണ്ണം ഭയന്ന രംഭ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠനായ കുബേരന്റെ മകൻ നളകൂബരന്റെ ഭാര്യയായ രംഭയാണ് ഞാൻ. നിന്റെ പുത്രിക്ക് തുല്യായ എന്നെപ്പറ്റി അറ്റാത്ത കാര്യം ആലോചിക്കരുത്. എന്നെ പോകാൻ അനുവദിക്കുക. അപ്സര സ്ത്രീകൾക്ക് ഇതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ അവളെ ബലം പ്രയോഗിച്ചു പുണർന്നു. രംഭ പേടിച്ചു വിറച്ചുകൊണ്ട് ചെന്ന് നളകൂബരനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. നളകൂബരൻ കോപത്തോടെ രാവണനെ ഇങ്ങനെ ശപിച്ചു, അവൻ ഇനി ഒരു സ്ത്രീയെ ബലാത്കാരേണ സ്പർശിക്കുകയാണെങ്കിൽ തല 7 പൊട്ടിത്തെറിച്ചു മരിക്കട്ടെ. ഇത് കേട്ട് ദേവന്മാർ പെരുമ്പറ മുഴക്കിക്കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി. അന്നു മുതൽ ഇണങ്ങാത്ത സ്ത്രീകളെ രാവണൻ സ്പർശിക്കാറില്ല. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. വാദ്യഘോഷങ്ങളോടുകൂടി രാക്ഷസന്മാർ സ്വർഗം ജയിച്ചടക്കുന്നതിനു വേണ്ടി യാത്രയായി. 3 ലോകവും ഭയന്നു വിറച്ചു. വലിയ ശബ്ദത്തോടെ 7 സമുദ്രങ്ങളും പൊങ്ങി വരുന്നത് പോലെ രാക്ഷസപ്പടയുടെ കോലാഹലം കേട്ട് സംഭ്രമിച്ച ദേവേന്ദ്രൻ ഭയത്തോടെ പാൽക്കടൽ തീരത്തെത്തി. മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ആശ്രിതവത്സരനും കാരുണ്യവാരിധിയുമായ ഭഗവാനെ, ഭയം തീർത്ത് അങ്ങ് ഞങ്ങളെ പരിപാലിക്കണം. ഞങ്ങൾക്ക് മറ്റൊരു ആശ്രയമില്ല. ദേവേന്ദ്രന്റെ സ്തുതി കേട്ട് ശംഖചക്ര പങ്കജ ഗദാധരനും മാധവനും പങ്കജലോചനനും ലക്ഷ്മീകാന്തനും ഭക്തജനങ്ങളുടെ സങ്കടം പരിഹരിക്കുന്നവനുമായ മഹാവിഷ്ണു ദേവേന്ദ്രനോട് ഇങ്ങനെ അരുളി ചെയ്തു, നിങ്ങൾക്ക് രാവണനെ ജയിക്കാൻ കഴിയുകയില്ല. ദേവശത്രുക്കളായ രാക്ഷസന്മാരോട് പോരാടിയാൽ ദേവന്മാർക്ക് മാനക്കേടുണ്ടാകും. ബ്രഹ്മാവ് നൽകിയ വരത്തിൻ്റെ ശക്തി നിമിത്തം അവനോട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ പോയി ദുഃഖിക്കാതെ കഴിയുവൻ. കാലാന്തരത്തിൽ നിങ്ങളുടെ സങ്കടത്തിന് ഞാൻ പരിഹാരം കാണാം. ഞാൻ ശത്രുക്കളോട് എതിരിട്ടാൽ അവരെ കാലപുരിക്കാക്കാതെ പിന്തിരികയില്ല. അതിനാൽ ഞാൻ ഇപ്പോൾ നിന്നോടൊപ്പം വരുന്നില്ല. അവനെ കൊല്ലാനുള്ള സമയമായില്ല. അതിനുള്ള സമയം വരും. അപ്പോൾ നമുക്ക് ജയമുണ്ടാകും. ഇപ്രകാരം അരുളി ചെയ്തിട്ട് മഹാവിഷ്ണു അവിടെ തന്നെ മറഞ്ഞു. അദ്ദേഹത്തെ ഭക്തിപൂർവ്വം നമസ്കരിച്ചിട്ട് ദേവേന്ദ്രൻ മടങ്ങിപ്പോയി. ഇനി രാവണ ഇന്ദ്രയുദ്ധം. അപ്പോൾ രാക്ഷസ സൈന്യവും ദേവസൈന്യവും തമ്മിലുള്ള യുദ്ധ കോലാഹലം കേട്ടു തുടങ്ങി. ദേവന്മാരുടെയും അസുരന്മാരുടെയും ആനകൾ, കുതിരകൾ, കാലാൾ എന്നിവ ഉൾപ്പെട്ട സൈന്യത്തിന് അമ്പ്, വേൽ, ഗദ, ചക്രം മുതലായ ആയുധങ്ങളേറ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ സുമാലിയുടെ പുത്രൻ സേനയുമായി എത്തി ദേവന്മാർക്ക് നേരെ ശരങ്ങൾ ചൊരിഞ്ഞു. അമ്പുകളേറ്റ് സഹിക്കാൻ കഴിയാതെ ദുഃഖത്തോടെ ദേവന്മാർ പിൻവാങ്ങി. ആ സമയത്ത് അഷ്ടവധുക്കളിൽ 8-മൻ, അതായത് സാവിത്രൻ,
എത്തി ദുഷ്ടരാക്ഷസന്മാരെ പലരെയും ഒടുക്കി. പിന്നെ സുമാലിയുടെ വാഹനം തകർത്തിട്ട് ഗതയെടുത്ത് സുമാലിയെ അടിച്ചു കൊന്നു. ശേഷിച്ച രാക്ഷസ സൈന്യം ഭയന്നോടി. ഇത് കണ്ട് ക്രുദ്ധനായ മേഘനാഥൻ യുദ്ധസന്നദ്ധനായി തൻ്റെ തേരിൽ കയറി. ധൈര്യത്തോടെ ഞാണൊലിയും ഇട്ടുകൊണ്ട് മേഘനാഥൻ വേഗത്തിൽ അടുക്കുന്നത് കണ്ട് കടുവയെ കണ്ട പശുക്കൂട്ടം എന്ന പോലെ ദേവന്മാർ ഭയന്നോടി. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, നിങ്ങളാരും ഓടരുത്. എൻ്റെ മകനായ ജയന്തൻ ഇവനോട് പോരാടും. നിങ്ങൾ അവനെ സഹായിച്ചാൽ മതി. തുടർന്ന് ജയന്തൻ തേരിലെത്തി മഴ ചൊരിയും പോലെ ശരങ്ങളെയ്തു. കൊള്ളാം, ഭവാൻ നല്ല വീരൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥനും ശരവർഷം തുടങ്ങി. ജയന്തനും സേനയും തളർന്നുവെങ്കിലും ശക്തിയായി വീണ്ടും പൊരുതി. യുദ്ധം ഭയങ്കരമായി. ദേവന്മാരും അസുരന്മാരും ക്ഷീണിച്ച് തളർന്നു വീണു. അപ്പോൾ ജയന്തൻ്റെ തേരാളിയും മാതലിയുടെ മകനുമായ ഗോമുഖന്റെ നേർക്ക് മേഘനാഥൻ ശരങ്ങളേറ്റു. അത് കണ്ട ജയന്തൻ മേഘനാഥന്റെ തേരാളിയെ ഇത് പുലർന്നു. മേഘനാഥന്റെ നേരെയും മൂർച്ചയുടെ ശരങ്ങൾ പ്രയോഗിച്ചു. ഉടനെ ബാണങ്ങൾ, തോമരം, വാൾ, ഗദ, ശക്തി, ശൂലം, വെൺമഴു, കുന്തം മുതലായ ആയുധങ്ങൾ മേഘനാഥൻ ജയന്തന്റെ നേർക്ക് പ്രയോഗിച്ചു. പരിഭ്രാന്തരായ ദേവന്മാർ പിന്മാറി. അപ്പോൾ ജയന്റെ അമ്മയുടെ പിതാവായ പുലോമാവ് ദുഃഖത്തോടെ ജയന്തനെയും എടുത്തുകൊണ്ട് സമുദ്രത്തിൽ പോയി ഒളിച്ചു. അസുരന്മാർ ധൈര്യത്തോടെ നിലകൊണ്ടു. രാവണൻ നിരവധി ബാണങ്ങൾ ദേവന്മാർക്ക് നേരെ തൊടുത്തുവിട്ടു. അപ്പോൾ ഇന്ദ്രൻ മാതലിയോട് പറഞ്ഞു, നീ പോയി എൻ്റെ തേരോടിക്കുക. ഇത് കേട്ട മാതലി രാവണന് അഭിമുഖമായി തേരോടിച്ചുകൊണ്ട് നിർത്തി. യുദ്ധത്തിന് പുറപ്പെട്ട ഇന്ദ്രനോടൊപ്പം സിദ്ധർ, സാധ്യർ, അശ്വനീപുത്രർ, ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ മുതലായവരുടെ സംഘവും യുദ്ധക്കളത്തിലേക്ക് പോയി. ദുശ്ശകുനങ്ങൾ പലതും കണ്ടു. രാക്ഷസന്മാർ അടുത്തു നിന്ന് പോര് തുടങ്ങി. മേഘനാഥനെ പിന്നിലാക്കിക്കൊണ്ട് രാവണൻ ദേവന്മാരുടെ നേർക്ക് പോരിനു വേണ്ടി കൂടുതലെടുത്തു. രാക്ഷസ വീരന്മാരും ദേവപ്രമുഖന്മാരും രൂക്ഷമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുംഭകർണൻ മതത്തോടെ മുന്നോട്ട് കയറി ദേവന്മാരെ ഹമ്പെയ്ത് വീഴ്ത്തി. രുദ്രൻ ധാരാളം രാക്ഷസ വീരന്മാരെ കൊന്നു വീഴ്ത്തി. നിരവധി പേർ മുറിവേറ്റ് നിലം പതിച്ചു. ചോരപ്പുഴകൾ നാലുപാടും ഒഴുകി. അത് കണ്ട് കോപിച്ച മേഘനാഥൻ ദേവകളുടെ നേരെ ശരങ്ങൾ ചൊരിഞ്ഞു. ഇന്ദ്രനും ക്രുദ്ധനായി ശരങ്ങൾ വർഷിച്ചു. ലോകം മുഴുവൻ ഇരുട്ട് പരന്നു. അത് കണ്ട് രാവണൻ തേരാളിയോട് പറഞ്ഞു, തയ്യാറാകുക. ദേവന്മാരുടെ ഇടയിൽ നിർഭയം കടന്നു എന്ന് അവരെ ജയിക്കാൻ വേഗം നീ തേര് തയ്യാറാക്കുക. തേരാളി വളരെ വേഗം തേരുകൂട്ടി. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, രാവണൻ അഹങ്കാരത്തോടെ ഇതാ നമ്മുടെ സൈന്യത്തിൻ്റെ നടുക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾ അവൻ പോകാതെ ചുറ്റും വളഞ്ഞു നിന്ന് പൊരുതുവിൻ. ബ്രഹ്മാവിൻ്റെ വരം നിമിത്തം നമുക്ക് അവനെ കൊല്ലാൻ പാടില്ല. ദേവേന്ദ്രൻ പറഞ്ഞനുസരിച്ച് ദേവന്മാർ രാവണനെ വളഞ്ഞു നിന്ന് യുദ്ധം ചെയ്തു. ശത്രുവലയത്തിൽപ്പെട്ട് വിഷമിക്കുന്ന പിതാവിനെ കണ്ട മേഘനാഥൻ ദുഃഖിതനായി. അയാൾ മറഞ്ഞു നിന്നുകൊണ്ട് ദേവകൾക്ക് നേരെ ആയുധങ്ങൾ വർഷിച്ചു. ദേവന്മാർ അമ്പുകളേറ്റ് തളർന്നപ്പോൾ ശരമയക്കുന്നത് ആരാണ് എന്ന് നാലുപാടും അന്വേഷിച്ചു. അനന്തരം തേരുപേക്ഷിച്ച് ഐരാവതത്തിന്റെ പുറത്തു കയറി ആകാശത്തേക്ക് ഉയർന്ന് ചുറ്റുപാടും നോക്കി. എന്നിട്ടും ദേവേന്ദ്രന് മേഘനാഥനെ കാണാൻ കഴിഞ്ഞില്ല. അയാൾക്ക് അങ്ങനെയാണ് വരം ലഭിച്ചിട്ടുള്ളത്. മേഘനാഥനെ കണ്ടെത്താൻ കഴിയുകയില്ലെന്ന് മനസ്സിലായ ദേവേന്ദ്രൻ തളർന്നു നിന്നുപോയി. മേഘനാഥൻ മായായുദ്ധത്തിലൂടെ ഇന്ദ്രനെ സാഹസപൂർവ്വം പിടിച്ചു കെട്ടി. ആഹാ എന്ന ഗന്ധർവ സേനാപതി ഊഹു എന്ന ഗന്ധർവനോടുകൂടി ശരീരമില്ലാതെ വന്ന് രാവണനോട് യുദ്ധം ചെയ്തു. രാവണനും സാഹസത്തോടെ പൊരുതി. ശിവശിവ, ഇങ്ങനൊരു യുദ്ധം മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. യുദ്ധത്തിനിടയിൽ ശത്രുക്കൾ ഇന്ദ്രനെ ബന്ധസ്ഥനാക്കി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ മേഘനാഥൻ മറഞ്ഞു എന്ന് പോരാടി. ശസ്ത്രാസ്ത്രങ്ങൾ ചൊരിഞ്ഞ് ദേവന്മാരെ ജയിച്ച് പിതാവിനെ മോചിപ്പിച്ചു. അനന്തരം ഇന്ദ്രനെയും കൊണ്ട് ലങ്കയിലെത്തി സുഖമായി വസിച്ചു. ദുഃഖിതരായ ദേവന്മാർ വേഗം ബ്രഹ്മസന്നിധിയിലെത്തി സംഭ്രമത്തോടെ നമസ്കരിച്ചിട്ട് വൃത്താന്തമെല്ലാം ഉണർത്തിച്ചു. എല്ലാം കേട്ട ബ്രഹ്മാവ് ദുഃഖത്തോടെ ലങ്കയിലേക്ക് യാത്രയായി. ദേവന്മാർ വിമാനത്തിൽ കയറി മനോഹരമായ ലങ്കാനഗരിയുടെ മുകളിൽ നിലകൊണ്ടു. ലങ്കയിലെത്തിയ ബ്രഹ്മാവിനെ രാവണൻ എതിരേറ്റു വണങ്ങി. ബ്രഹ്മാവ് രാവണനോട് ഇങ്ങനെ പറഞ്ഞു, ശത്രുക്കൾ ആരുമില്ലാതെ 3 ലോകത്തിൻ്റെയും മേഘനാഥനായി വാഴുക. മേഘനാഥൻ എന്ന പുത്രൻ ഉണ്ടായതുകൊണ്ട് നീ മഹാഭാഗ്യവാനാണ്. സമർത്ഥനായി പുത്രന് തുല്യനായി 3 ലോകത്തിലും മറ്റാരുമില്ല. യുദ്ധത്തിൽ ഇന്ദ്രനെ എന്നോട് ഒന്നിച്ച് അയക്കണം. നിനക്ക് ഇഷ്ടമുള്ള വരം ഞാൻ നൽകുന്നുണ്ട്. ഇപ്രകാരം അരുളി ചെയ്ത ബ്രഹ്മാവിനെ വന്ദിച്ചിട്ട് രാവണപുത്രനായ മേഘനാഥൻ പറഞ്ഞു. വിധിപ്രകാരം ഹോമം നടത്തി ഹോമകുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വരുന്ന തേരിൽ കയറിയാൽ
എനിക്ക് അമരത്വം ലഭിക്കണം. എന്നെ ജയിക്കാൻ ആർക്കും കഴിയരുത്. ഹോമം പൂർത്തിയാക്കാതെ അഹങ്കാരത്തോടെ യുദ്ധത്തിന് പോയി മരണം സംഭവിച്ചാലും എനിക്ക് ദേവത്വം ലഭിക്കണം. പണ്ട് മറ്റു പലരും തപോബലം കൊണ്ട് വരങ്ങൾ നേടിയിട്ടുണ്ട്. ഞാനിന്ന് ഇഷ്ടപ്പെട്ട വരങ്ങൾ നേടിയത് എൻ്റെ കയ്യൂക്ക് കൊണ്ടാണ്. ഇങ്ങനെയുള്ള വരങ്ങൾ നൽകുകയാണെങ്കിൽ ഇന്ദ്രനെ വിട്ടയക്കാമെന്ന് മേഘനാഥൻ പറഞ്ഞു. എല്ലാം നിന്റെ ആഗ്രഹം പോലെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് വരങ്ങളെല്ലാം നൽകി. അനന്തരം മേഘനാഥൻ പിതാമഹനോടുകൂടി ഇന്ദ്രനെ വിട്ടയച്ചു. ബ്രഹ്മാവിനോടും ദേവകളോടും ഒന്നിച്ച് ഇന്ദ്രൻ സന്തോഷത്തോടെ ദേവലോകത്തേക്ക് പോയി. ഇന്ദ്രൻ പിന്നെയും ഉത്സാഹമില്ലാതെ ദുഃഖത്തോടെ ഇരിക്കുന്നത് കണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, നീ സങ്കടപ്പെടണ്ട. സ്വന്തം ദുഷ്ടത കൊണ്ടാണ് നിനക്ക് ഇതെല്ലാം സംഭവിച്ചത്. മുമ്പ് അഹല്യയെ പ്രാപിച്ചതുകൊണ്ടുള്ള ദോഷത്താലാണ് ഇപ്പോൾ ഈ മാനഹാനിയെല്ലാം ഉണ്ടായത്. ഈ പാപമെല്ലാം നശിക്കുന്നതിന് നീ വൈഷ്ണവ മഹായാഗം നടത്തണം. ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് യാഗം നടത്തി ദേവേന്ദ്രൻ സന്തോഷത്തോടെ വസിച്ചു. രാവണനേക്കാൾ പരാക്രമിയാണ് രാവണന്റെ മകൻ എന്ന് പറഞ്ഞതിന് കാരണം ഇതൊക്കെയാണ് എന്ന് മംഗലാത്മാവായ അഗസ്ത്യൻ അരുളി ചെയ്തു. ചക്രവർത്തിയായ ശ്രീരാമൻ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ, ഭാര്യ സീതാദേവി, സുഗ്രീവൻ തുടങ്ങിയ വാനരവീരന്മാർ, രാക്ഷസശ്രേഷ്ഠനായ വിഭീഷണൻ, രാക്ഷസവീരന്മാർ, മനുഷ്യർ, രാജാക്കന്മാർ, ബ്രാഹ്മണർ എന്നിവരെല്ലാം അഗസ്ത്യ മഹർഷി പറഞ്ഞ കഥകൾ കേട്ട് സമ്പൂർണ്ണ സന്തുഷ്ടരായി. അനന്തരം ശ്രീരാമനോട് അനുവാദം വാങ്ങി മറ്റു താപസന്മാരോടുകൂടി ഭാഗവതോത്തമനായ അഗസ്ത്യ മഹർഷി ആകാശമാർഗത്തിലൂടെ പോയി മറഞ്ഞു. ശ്രീരാമൻ സന്ധ്യാവന്ദനാദികളായ അനുഷ്ഠാനങ്ങൾ തൻ്റെ ബന്ധുക്കളോട് ഒരുമിച്ച് നിർവഹിച്ചതിന് ശേഷം അനന്തശയ്യയ്ക്ക് തുല്യമായ തൻ്റെ തൽപ്പത്തിൽ യോഗനിദ്ര ചെയ്തു. ഗായകന്മാരും മാഗധന്മാരും വന്ദികളും ഇവരെല്ലാം രാജസ്തുതി പാഠകരാണ്. മാഗധന്മാർ വൈശ്യന് ക്ഷത്രിയരിൽ ജനിച്ചവര്, വന്ദികൾ ക്ഷത്രിയന് ശൂദ്രസ്ത്രീയിൽ ജനിച്ചവർ. ലോകനാഥനായ ശ്രീരാമനെ പള്ളിക്കുറുപ്പുണർത്തി. അദ്ദേഹം സന്ധ്യാവന്ദനത്തിന് ശേഷം കുളി, ഹോമം, ജപം, അർച്ചന എന്നിവ കഴിച്ചിട്ട് സജ്ജനങ്ങളോടൊത്ത് വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിച്ച് വസ്ത്രം, ആഭരണം, സുഗന്ധലേപനങ്ങൾ എന്നിവ അണിഞ്ഞ് ശ്രേഷ്ഠമായ രത്നസിംഹാസനത്തിൽ ഇരുന്നു. സഹോദരന്മാർ, മന്ത്രിമാർ, പുരോഹിതന്മാർ, സാമന്തന്മാർ, ബ്രാഹ്മണർ, താപസന്മാർ, സേനാനായകന്മാർ, വീരന്മാരായ രാജാക്കന്മാർ, വാനരശ്രേഷ്ഠന്മാർ, രാക്ഷസന്മാർ മുതലായവർ ചുറ്റും ഉപചാരപൂർവ്വം സേവിച്ചു നിന്നു. അങ്ങനെ ദേവസഭയായ സുധർമ്മയിൽ ദേവേന്ദ്രൻ എന്ന പോലെ ശ്രീരാമചന്ദ്രൻ ശോഭിച്ചു. ഇനി രാജാക്കന്മാരെ യാത്രയാക്കുന്നു എന്ന ഭാഗം അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.